ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം നൽകാത്തതിന് SITയെ വിമർശിച്ച് ഹൈക്കോടതി. പ്രതികൾക്ക് എങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചു. കുറ്റപത്രം നൽകിയാൽ സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിക്കുന്നത് തടയാനാകും, അല്ലാത്ത പക്ഷം പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയമുണ്ടാകുമെന്നും കോടതി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, പല തവണയായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിമർശനം? എന്തൊക്കെ കാര്യങ്ങൾ ഹൈക്കോടതി പറയുന്നു? ഇല്ല, ഇന്ന് ഈ കേസിലെ 12ാം പ്രതി പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിക്ക് മുമ്പാകെ ഉണ്ടായിരുന്നു. ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് അതിരൂക്ഷ വിമർശനം SITക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസം നേരിടുന്നതാണ്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യ കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു ജില്ലാ കോടതിയിൽ നിന്ന്. അതിനുശേഷം മുരാരി ബാബുവിന് 2 കേസിലും ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് രണ്ടുപേർക്കും ജാമ്യം ലഭിക്കാൻ വഴിവെച്ചത്. പ്രധാന പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന ഘട്ടത്തിൽ കേസിന്റെ അന്വേഷണം ഒന്നാകെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് വിരൽ ചൂണ്ടിക്കൂടിയാണ് കോടതി ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. കോടതി വളരെ ക്ലിയറായി പറയുന്നത് ഇങ്ങനെയാണ്: പ്രതികൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുന്നത്? ഏറെക്കുറെ എല്ലാ പ്രതികളും 90 ദിവസം പൂർത്തിയാക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഇനിയും കുറ്റപത്രം വൈകിയാൽ എല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ഈ അന്വേഷണ സംഘത്തെ, അതോടൊപ്പം തന്നെ അന്വേഷണത്തെയും സംശയ നിഴലിലേക്ക് നിർത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും തുടങ്ങിയ വിമർശനങ്ങളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് SITക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. ഇതാദ്യമായല്ല SITക്കെതിരെ സിംഗിൾ ബെഞ്ച് വിമർശനം ഉന്നയിക്കുന്നത്. അതിപ്പോഴും തുടരുകയാണ്. ഇത്തവണ ആ വിമർശനം ഉണ്ടായിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഒരു മറുപടി ഇപ്പോഴും SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് കൂടുതൽ പ്രതികൾ 90 ദിവസം പിന്നിടുകയാണ്, മറ്റു പ്രതികളിലേക്കും 90 ദിവസം എത്തുകയാണ്. അപ്പോൾ അവർക്ക് കൂടി ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കേസിന്റെ മെറിറ്റ് എന്താകുമെന്ന് കോടതി ചോദിക്കുകയാണ് ഈ വിമർശനങ്ങളിലൂടെ. ദില്ല, വിഷ്ണു, നേരത്തെ ചില അറസ്റ്റുകളടക്കം അത്തരം അറസ്റ്റുകളിലേക്ക് ഹൈക്കോടതി SIT പോകിയത് പോലും ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചില പരാമർശങ്ങൾ നടത്തിയതിനു ശേഷമാണ്. ഇപ്പോൾ കുറ്റപത്രം വൈകുന്നത് എന്ത് എന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ സംശയമുണ്ടാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞു വയ്ക്കുന്നു. ഇല്ല, സ്വാഭാവികമാണ്. കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി, ഇതിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യ കേസിൽ ജാമ്യം ലഭിക്കുന്നു. ഇത്രയും വലിയ കുറ്റം ചെയ്തുവെന്ന് SIT ആരോപിക്കുന്ന ആൾക്ക് 90 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിക്കുന്നു. പിന്നെ വീണ്ടും മുരാരി ബാബുവിന് 2 കേസിലും ജാമ്യം ലഭിക്കുന്നു. ഇവരെല്ലാവരും ഗൂഢാലോചന ഭാഗമാണ്, ഇവരെല്ലാം ചേർന്നാണ് ഈ കൊള്ള നടത്തിയതെന്ന് SIT പറയുമ്പോൾ എങ്ങനെയാണ് ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത്? പിന്നെ ഇതിന്റെ അന്വേഷണത്തിന്റെ പ്രസക്തി എന്ത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ജനങ്ങൾക്കിടെ ഉയർന്നു വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കുകയും ഈ പ്രതികളുടെ അറസ്റ്റ് തടയണം എന്നുള്ള ഇവരുടെ ജാമ്യം, സ്വാഭാവിക ജാമ്യത്തിനുള്ള നടപടികൾ അത് തടയണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള വിമർശനമാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അതിൽ ഇനി SIT ഏതെങ്കിലും തരത്തിൽ മറുപടി അടുത്ത ദിവസം നൽകുമോ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിനെ സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യ തവണയല്ല SITക്ക് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് വിമർശനം ഉണ്ടാകുന്നത്. ഏറ്റവും ആദ്യം ഈ SITക്ക് വിമർശനം നേരിടുന്നത് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്താണ്. ഈ കൂട്ടുത്തരവാദിത്വം, അതായത് ദേവസ്വം ബോർഡിലെ കൂട്ടുത്തരവാദിത്വമാണ് ഈ സ്വർണ്ണക്കൊള്ളക്കൊന്നാകെ ഉണ്ട്. അതിൽ പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്തു. മറ്റ് 2 മെമ്പർമാരുടെ അറസ്റ്റിലേക്ക് പോകാത്ത ഘട്ടത്തിൽ എന്തുകൊണ്ട് അവരുടെ അറസ്റ്റിലേക്ക് പോകുന്നില്ല, ഉന്നതരിലേക്ക് അന്വേഷണം പോകുന്നില്ല, SITയുടെ അന്വേഷണം സംശയ നിഴലിലാണ് എന്ന് ആദ്യം വിമർശിച്ച ഒരു ബെഞ്ചാണ് സിംഗിൾ ബെഞ്ച്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ SITക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുകയും SITയുടെ അന്വേഷണത്തിൽ നല്ല മൊമെന്റം ഉണ്ട് എന്ന് പറയുകയും ബെഞ്ച് ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ കേസിലെ 2 പ്രതികൾക്ക് ചില കേസുകൾ, ഒരാൾക്ക് 2 കേസിൽ ജാമ്യം ലഭിക്കുകയും മറ്റൊരാൾക്ക് ആദ്യത്തെ കേസിൽ ജാമ്യം ലഭിക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കോടതി ചോദിക്കുന്നത്, ഇത്തരത്തിൽ ഈ സ്വാഭാവികമായി ജാമ്യം ലഭിക്കുന്നത് അത് കേസിന്റെ മെറിറ്റിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് തടയുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് കുറ്റപത്രം നൽകാനുള്ള നടപടികൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി വ്യക്തമാക്കുന്നത്. ഇന്ന് പങ്കജ് ഭണ്ഡാരി, ഈ കേസിലെ 12ാം പ്രതിയാണ് പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ഈ കേസിൽ ഗൂഢാലോചന നടത്തിയതിൽ പങ്കജ് ഭണ്ഡാരി പ്രധാനിയാണെന്ന് SIT തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് SITക്കെതിരെ അതിരൂക്ഷ വിമർശനം ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ഈ SIT എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. SITയെ സംബന്ധിച്ച് ഒരുപാട് വെല്ലുവിളികൾ അവർക്ക് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ഈ തൊണ്ടി മുതൽ കണ്ടെത്താനായിട്ടില്ല, ഇനിയും ആ തൊണ്ടി മുതൽ കണ്ടെത്താനായിട്ടില്ല. ഇന്നിപ്പോൾ പുറത്തു വന്നൊരു വിവരമനുസരിച്ച് ഈ കൈപ്പട, അതായത് പത്മകുമാറിന്റെ കൈപ്പടയുമായി ബന്ധപ്പെട്ട് ആ വിവരവുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ഇനിയും ഏറെ ദൂരം അവർക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അത് കുറച്ചധികം ദിവസം കൂടി എടുക്കുകയാണെങ്കിൽ മറ്റു പ്രതികൾക്ക്, ഇപ്പോൾ 90 ദിവസം കഴിഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ മറ്റു പ്രതികൾ, ഇതിലെ
3, 4 പ്രതികൾ ഇപ്പോൾ ഏകദേശം 70 ദിവസത്തോളം 75 ദിവസത്തോളം ആകുന്നു എ പത്മകുമാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും ഈ കുറ്റപത്രത്തിന്റെ പ്രോസസ് ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ആ പ്രതികൾക്കും സ്വാഭാവികമായും ജാമ്യം ലഭിക്കും. എല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ അന്വേഷണത്തിന്റെ മെറിറ്റ് എന്ത് എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിന് മുമ്പാകെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ആ ഘട്ടത്തിലാണ് കോടതി തന്നെ പറയുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രതികൾക്ക് എല്ലാവർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കുമെന്നുള്ളത്. ആ സംശയം ഒഴിവാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം SIT-ക്കുണ്ട്. SIT ആണ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കേണ്ടത്. ദിൽന, കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ആദ്യമായി ജാമ്യം ലഭിക്കുന്നത്. പക്ഷേ രണ്ടാം കേസ് അദ്ദേഹത്തിന് നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് B. മുരാരി ബാബുവിന് 2 കേസുകളിലും ജാമ്യം ലഭിക്കുന്നു. ഈ 3 സന്ദർഭങ്ങളിലും ജാമ്യം ലഭിക്കുന്നത് അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം കോടതി അനുവദിക്കുകയായിരുന്നു. ഇതാ 2 ദിവസം കഴിഞ്ഞാൽ ഫെബ്രുവരി 2-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിയുകയാണ്. ആ രീതിയിൽ ഒന്നിനു പിറകെ ഒന്നായി പ്രതികൾ ജാമ്യം ലഭിച്ച് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ രീതിയിൽ രൂക്ഷമായ ഒരു വിമർശനം SIT-ക്ക് ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഗുരുതരമായ ഒരു വിഷയമായി ഇത് കാരണം പ്രതികൾക്ക് എങ്ങനെ ഈ രീതിയിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഉന്നയിക്കുന്നത്. കുറ്റപത്രം ഈ രീതിയിൽ വൈകുന്നതിലൂടെ പ്രതികളെ പുറത്തിറങ്ങാനുള്ള സഹായം ലഭിക്കുന്നു. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെടുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ രീതിയിൽ ഗുരുതരമായ ആക്ഷേപം, ഗുരുതരമായ വിമർശനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിഷ്ണു സുരേഷ് തുടരുകയാണ്. വിഷ്ണു, SIT-യുടെ ഭാഗത്തു നിന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യ കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചപ്പോൾ തന്നെ ഈ രീതിയിൽ കുറ്റപത്രം വൈകുന്നത് ഒരു വലിയ വിഷയമായി വന്നിരുന്നു. എന്നാൽ ഇപ്പോഴും കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിൽ SIT അത് സമയബന്ധിതമായി അല്ലെങ്കിൽ ഫെബ്രുവരി 2-നകം അത് നടത്തുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ഇല്ല. പല കാര്യങ്ങളിലും തെളിവ് ശേഖരിക്കുക, സാമ്പിൾ എടുക്കുന്ന തുടങ്ങിയ കാര്യങ്ങളിൽ എ പത്മകുമാറിന്റെ കൈയക്ഷരം പരിശോധിക്കുന്ന വിഷയത്തിലടക്കം സാമ്പിൾ എടുക്കുന്നതിലടക്കം വൈകിട്ടുണ്ട്. ഏതാണ്ട് 3 ദിവസം മുൻപ് മാത്രമാണ് ഇത് നടത്തിയത്, ഈ സാമ്പിൾ ശേഖരിച്ചത് എന്നടക്കമുള്ള വാർത്തകൾ ഇന്ന് പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾ കൂടി, ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടുകൾ കൂടി ലഭിച്ച ശേഷം ഒരു കുറ്റപത്രം എന്ന രീതിയിലേക്ക് SIT പോവുകയാണെങ്കിൽ അതിനിയും വൈകാനുള്ള സാധ്യതയാണ്. ഇനി എപ്പോഴായിരിക്കും ഈ സിംഗിൾ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നത്? ഈ രൂക്ഷ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ SIT-യുടെ ഭാഗത്തു നിന്ന് തിടക്കിട്ട എന്തെങ്കിലും ഒരു നീക്കം അതിന് സാധ്യതയുണ്ടോ? ജില്ലാ SIT-ക്ക് എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കുക, അല്ലെങ്കിൽ സ്വാഭാവികമായും ഈ കേസിൽ SIT-യുടെ മെറിറ്റിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ആദ്യ കേസിൽ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 2-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. 90 ദിവസം എന്ന സ്വാഭാവിക ആനുകൂല്യം ആ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തേക്ക് വരുന്നു. ആദ്യത്തെ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റു പ്രതികൾക്ക് സ്വാഭാവികമായും കോടതിയിൽ അത്തരത്തിലൊരു ക്ലെയിം ഉന്നയിക്കാവുന്നതാണ്. ഈ കേസിലെ പ്രധാന പ്രതി എന്ന് പറയുന്ന 1-ാം പ്രതിക്ക് ഈ കേസിൽ ജാമ്യം ലഭ്യമായിട്ടുണ്ട്. എന്തുകൊണ്ട് മറ്റുള്ള പ്രതികൾക്ക് ജാമ്യം ലഭ്യമാക്കിക്കൂടാ, അല്ലെങ്കിൽ അവർക്ക് ഈ കേസിൽ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാം എന്ന ഉപാധിയോടുകൂടി അവർക്ക് ഹൈക്കോടതിയൊക്കെ വീണ്ടും സമീപിച്ച് ജാമ്യം നേടിയെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അത് തടയുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം ചെയ്യുക എന്നുള്ളത് കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ SIT-യെ സംബന്ധിച്ച് കുറ്റപത്രം കേവലം ഒരു കുറ്റപത്രം സമർപ്പിച്ച് അതിൽ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ ശാസ്ത്രീയമായി, സാങ്കേതികമായി, തെളിവുകളുടെ സഹായത്തോടുകൂടി കൃത്യമായ അടിത്തറയുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാനാണ് SIT തയ്യാറെടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഈ പറയുന്ന സാമ്പിളുകളുടെ പരിശോധനാ ഫലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഒപ്പം തന്നെ ഇതിന്റെ ഈ കാലപ്പഴക്കവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കൂടുതലായിട്ടുള്ള ചില പരിശോധനകൾ നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ തൊണ്ടി മുതൽ, അതായത് 4147 ഗ്രാം സ്വർണം ശബരിമലയിൽ നിന്ന് 2 കേസുകളിലെ അപഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതിൽ 467 ഗ്രാം മാത്രമാണ് ഇതിനോടകം കണ്ടെത്താനായിട്ടുള്ളത്. അപ്പോൾ ബാക്കി എന്ന് പറയുന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് കണ്ടെത്താനായില്ല എങ്കിൽ അതങ്ങനെ എന്തുകൊണ്ട് കണ്ടെത്താനായില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ആ സ്വർണം മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അത് കുറ്റപത്രം ഫ്രെയിം ചെയ്യുന്നതിലടക്കം, ഈ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുന്നതടക്കം ഈ തൊണ്ടി മുതൽ, അല്ലെങ്കിൽ ഇതിന്റെ ഈ തൊണ്ടി മുതൽ എന്ന് പറയുന്ന ഒരു നിർണായക ഘടകമാണ്. അപ്പോൾ അതിന് ഇനിയും ഒരുപക്ഷെ കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവന്ന വാർത്ത അനുസരിച്ച് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ എ പത്മകുമാറിന്റെ കൈയക്ഷരവുമായി
ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പരിശോധന അതുപോലും നടത്താൻ SITക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കുറ്റപത്രം കുറച്ചുകൂടി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് ഹൈക്കോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഇടപെടൽ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ, SIT എന്തെങ്കിലും കൂടുതൽ അതിവേഗ നടപടിയിലേക്ക് പോകുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം നേരത്തെ ഇത്തരത്തിൽ ഇതേ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടായ ഘട്ടത്തിലാണ് വിജയകുമാറിന്റെയും ശങ്കരദാസിന്റെയും അറസ്റ്റിലേക്ക് പോകാൻ ഈ SIT തയ്യാറായത്. അത് കഴിഞ്ഞ തവണത്തെ കോടതി ഇതേ ബെഞ്ച് തന്നെ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ വിമർശനം ഉണ്ടായതിന് പിന്നാലെ അന്വേഷണത്തിന് മൊമെന്റം ഉണ്ടായെന്നും 2 അറസ്റ്റിലേക്ക് പോയ കാര്യമൊക്കെ ഇതേ ബെഞ്ച് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ വ്യക്തമാക്കിയതാണ്. ആ പശ്ചാത്തലത്തിൽ ഇന്നത്തെ വിമർശനം SIT ഏത് രീതിയിൽ ഉൾക്കൊള്ളും, അത് ഏതെങ്കിലും തരത്തിൽ കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കുന്നതിനുള്ള നടപടിയിലേക്ക് SIT കടക്കുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്നത്തെ ഈ വിമർശനത്തിന് മറ്റൊരു അതായത് കോടതിക്ക് പുറത്ത് ഉള്ളൊരു മാനദണ്ഡം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് SITക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് മനഃപൂർവ്വം കുറ്റപത്രം സമർപ്പിക്കാത്തതാണ്. ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ കേസ് അട്ടിമറിക്കപ്പെടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. പ്രതികൾ പലരും പുറത്തേക്കിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊത്താശ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നിടത്താണ് ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ അതേ രീതിയിൽ ഒരു വിമർശനം വന്നിരിക്കുന്നത്. SITയെ സംബന്ധിച്ച് അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്, വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ SIT ഒരു ആശ്വാസം കണ്ടെത്തുന്നത് ദേവസ്വം ബെഞ്ചിലേക്ക് കേസ് വരുന്ന ഘട്ടത്തിലാണ്. അതായത് ഞങ്ങളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിച്ച ഏകദേശം ഒരു 11ഓളം ഇന്ററിം ഓർഡറുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിട്ടുള്ളത്. ആ 11 ഇന്ററിം ഓർഡറിലും ഒരിടത്തും SITയുമായി ബന്ധപ്പെട്ട ഒരു അതിർത്തി ദേവസ്വം ബെഞ്ച് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ തുടർച്ചയായി ഇത്തരത്തിൽ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്താണ് ഈ SITക്കെതിരെ വിമർശനം ഉണ്ടാകുന്നത്. അതിനിപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ കുറ്റപത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ SIT ഉൾക്കൊള്ളാൻ പോകുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഇതിൽ SIT എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളതാണ് സിംഗിൾ ബെഞ്ചിന്റെ അങ്ങനെ അത്തരം ഒരു ഡയറക്റ്റ് ഡോക്കിലേക്ക് പോയില്ലെങ്കിൽ പോലും അതാണ് അദ്ദേഹം ജസ്റ്റിസ് ജയ ബദറുദ്ദീന്റെ ഭാഗത്തുനിന്ന് വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.